കർത്താവിനാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ, ഗുരുദർശനത്തിന്റെ 12-ാം ദിവസത്തെ ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ധന്യൻ മാറിവാനിയോസ് പിതാവിന്റെ ഓർമ്മ പെരുന്നാളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ പിതാവ് രചിച്ച വിശുദ്ധ കുർബാന ഒരു ധ്യാന പഠനം എന്ന ഗ്രന്ഥത്തിലെ വിശുദ്ധ കുർബാന നിമിത്തമുള്ള അനുഗ്രഹങ്ങൾ എന്ന 9-ാമത്തെ അധ്യായത്തിന്റെ ഉള്ളടക്കത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും വിശുദ്ധ കുർബാന ഉളവാക്കുന്ന ഫലങ്ങളെക്കുറിച്ചും ഈ അധ്യായത്തിൽ നാം വായിക്കുന്നു. മഹത്വത്തിലേക്കുള്ള ഉയർപ്പിന്റെ അച്ചാരവും നിത്യജീവന്റെ അനുഭൂതിയും വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ലഭിക്കുന്നുവെന്ന് ധന്യൻ മാറിവാനിയോസ് പിതാവ് ഓർമ്മപ്പെടുത്തുന്നു. ശരിയായ ഒരുക്കത്തോടെ വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശ സ്വീകരണത്തിലൂടെ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നവർക്ക് പാപമോചനം ലഭിക്കുന്നു. കൂടാതെ ഇത് നമ്മുടെ ആത്മാവിന് പുതിയ ഉണർവും ശക്തിയും നൽകുന്നു. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 56-ാം വാക്യത്തിൽ പറയുന്നത് പോലെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർ മിശിഹായിൽ ഏക ശരീരമായി മാറുകയും മിശിഹ അവരിലും അവർ മിശിഹായിലും വസിക്കുകയും ചെയ്യുന്നു. ഇത് ആത്മാവിന് സമാധാനവും സ്വർഗീയ ആശ്വാസവും നൽകുന്നു. വിശുദ്ധ കുർബാന നാവിലേക്ക് നൽകിക്കൊണ്ട് പുരോഹിതൻ പ്രാർത്ഥനാരൂപേണ ഓരോ വിശ്വാസിയും ഓർമ്മിപ്പിക്കുന്നത് ഈ സന്ദേശമാണ്. നിത്യജീവനായി വിശ്വാസിക്ക് നൽകപ്പെടുന്നു. ഭക്ഷണം ശരീരത്തിന് ആരോഗ്യവും ശക്തിയും ഉളവാക്കുന്നത് പോലെ വിശുദ്ധ കുർബാന ആത്മാവിന് ഭക്ഷണവും ആരോഗ്യവും ശക്തിയുമായി മാറുന്നു. ഈ ആത്മീയ ഭക്ഷണം മഹത്വത്തിലേക്കുള്ള ഉയർപ്പിന്റെ അച്ചാരവും നിത്യജീവന്റെ അനുഭൂതിയുമായി ഓരോ വിശ്വാസിയിലേക്കും കടന്നു വരുന്നു. ധന്യൻ മാറിവാനിയോസ് പിതാവ് ഈ അധ്യായത്തിൽ ഇപ്രകാരം സൂചിപ്പിക്കുന്നു: നമ്മുടെ ശരീരത്തിന് ഭക്ഷണവും വെള്ളവും കിട്ടാതിരുന്നാൽ ശരീരം ക്ഷീണിക്കുവാനും പട്ടിണി മൂലം മരണം സംഭവിക്കുവാനും ഇടവരും. അതുപോലെ തന്നെ വിശുദ്ധ കുർബാന സ്വീകരിക്കാത്തവരുടെയും യോഗ്യമായ രീതിയിൽ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരാത്തവരുടെയും ആത്മാവ് ക്ഷീണിച്ച് തളർന്നു പോകും. ആയതിനാൽ എത്രയും ഒരുക്കത്തോടും യോഗ്യതയോടും വേണം നാം വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ. തുടർച്ചയായ വിശുദ്ധ കുർബാന സ്വീകരണം ദോഷകരമാകുമോ എന്ന ഒരു പൊതു ചോദ്യം ധന്യൻ മാറിവാനിയോസ് പിതാവ് ഈ അധ്യായത്തിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പസ്തോലിക കാലഘട്ടത്തിൽ തന്നെ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന പതിവുണ്ടായിരുന്നു. പിൽക്കാലത്ത് ഇപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾ തങ്ങളെ വിശുദ്ധിയിൽ നിലനിർത്താൻ സഹായിക്കുന്നു എന്ന് പല വിശുദ്ധരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എന്തൊക്കെ തിരക്കുകളും മിഷൻ പ്രവർത്തനങ്ങളും ഉണ്ടെങ്കിലും വിശുദ്ധ കുർബാന മുടക്കരുത് എന്നും 1 മണിക്കൂർ നിർബന്ധമായും ദിവ്യകാരുണ്യ ആരാധന നടത്തണമെന്നും നിഷ്കർഷിച്ചിരുന്ന വിശുദ്ധ മദർ തെരേസയെ പോലുള്ളവർ. കത്തോലിക്ക സഭയിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്നത് ഒരു ദിവസവും മുടങ്ങാതെ സഭ മുഴുവൻ ഒന്നു ചേർന്ന് അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയും വിശുദ്ധ കുർബാന സ്വീകരണവുമാണ്. നല്ല ഒരുക്കത്തോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കാത്തവർക്ക് തങ്ങളെ വിശുദ്ധിയിൽ നിലനിർത്താൻ സാധിക്കുകയില്ല. അതിനാൽ വിശുദ്ധ കുർബാനയിൽ നിന്ന് ലഭിക്കേണ്ട പുണ്യവും ആത്മീയ ശക്തിയും ലഭിക്കാതെ പോവുകയും ചെയ്യാം. അങ്ങനെയുള്ളവർക്ക് വിശുദ്ധ കുർബാന അനുഭവം വെറും ഭക്തിയുടെ വേഷമായി മാറും. അതുപോലെ തന്നെ പാപമൊഴിഞ്ഞ് ജീവിക്കാൻ തുടർച്ചയായ വിശുദ്ധ കുർബാന അനുഭവം നമ്മെ സഹായിക്കുന്നു. ചുരുക്കത്തിൽ വിശുദ്ധിയിൽ തുടരാൻ ആഗ്രഹിക്കുന്നവർ മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും വേണം. നല്ല ഒരുക്കത്തോടെ വിശുദ്ധ കുർബാന അനുഭവം ഉണ്ടാകാൻ നമ്മെ സഹായിക്കുന്ന കൂദാശയാണ് പരിശുദ്ധ കുമ്പസാരം. പരിശുദ്ധ കുമ്പസാരത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഓരോരുത്തരും ചെയ്തുപോയ പാപങ്ങൾ ക്രിസ്തുവിന്റെ പ്രതിനിധിയായ പുരോഹിതനോട് ഏറ്റുപറയുന്നു. ഈ ഏറ്റുപറച്ചിലും പാപപരിഹാര കർമ്മവും നമ്മെ വിശുദ്ധിയിൽ നിലനിൽക്കാൻ സഹായിക്കുന്നു. അപ്രകാരം നാം പൂർണ്ണ ഒരുക്കത്തോടെ വിശുദ്ധ കുർബാന അനുഭവത്തിന് യോഗ്യരാകുന്നു. വിശുദ്ധ കുമ്പസാര വേളയിലും ദിവസത്തിന്റെ അവസാനത്തിലും ഒരു വിശ്വാസി പ്രാർത്ഥനാപൂർവം ദൈവസമക്ഷം കാഴ്ചവെക്കുന്ന മനസ്താപ പ്രാർത്ഥന ഏറെ അർത്ഥവത്താണ്. ധന്യൻ മാറിവാനിയോസ് പിതാവ് ഈ ഗ്രന്ഥത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ശരിയായ ഒരുക്കത്തോടും ഭക്തിയോടും വിശുദ്ധ കുർബാന സ്വീകരിച്ച് ക്രിസ്തുവിലുള്ള ബന്ധം ആഴപ്പെടുത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഇതിനായി ധന്യൻ മാറിവാനിയോസ് പിതാവിന്റെ മധ്യസ്ഥതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം.